Dear students, today we will continue with the second part of probability. We will discuss some more problems in conditional probability and then proceed with the Bayes theorem. In the next video, we will discuss random variable and binomial distribution. That is probability shortcuts for competitive examination part 2. Conditional probability and Bayes theorem. Example 5. Two students A and B appeared in an examination. The probability that A will qualify the examination is 0.05 and B will qualify the examination is 0.10. The probability that both will qualify the examination is 0.02. Find the probability that ഇതാണ് എ ജയിക്കാനുള്ള സാധ്യത 0.05 ആണ്. അപ്പോൾ ഇതാ ഈ 0.03യും 0.02 കൂടെ പോയ 0.5 അതേ ഏരിയയാണ് 0.05. ഇനി ബി ജയിക്കാനുള്ള സാധ്യതയോ ബി 0.1 ആണ്. അപ്പോൾ ഇതാ 0.02വും 0.08 കൂടെ കൂടിയാൽ 0.1 ആയി. ഇനി രണ്ടുപേരും ജയിക്കാനുള്ള സാധ്യതയോ 0.02 അതാണ് ഈ 0.02. അപ്പോൾ ഈ 0.03യും 0.02വും കൂടെ കൂടിയാൽ എ ജയിക്കാനുള്ള സാധ്യത അത് 0.05 ആണ്. 0.02വും 0.08 കൂടെ കൂടിയാൽ ബി ജയിക്കാനുള്ള സാധ്യത അത് 0.1 ആണ്. ഇനി എയും ബിയും ജയിക്കാനുള്ള സാധ്യത 0.02 ആണ്. നമുക്ക് കാണേണ്ടത് 1. ബോത്ത് എ ആൻഡ് ബി വിൽ നോട്ട് ക്വാളിഫൈ ദ എക്സാമിനേഷൻ. എയും ബിയും ജയിക്കാൻ പാടില്ല, വിൽ നോട്ട് ക്വാളിഫൈ. അപ്പോൾ ടോട്ടൽ പ്രോബബിലിറ്റി നിന്നും എ യൂണിയൻ ബി കുറച്ചാൽ മതി. അതാണ് വിൽ നോട്ട് ക്വാളിഫൈ ദ എക്സാമിനേഷൻ ഈസ് ഈക്വൽ ടു 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം വിൽ ക്വാളിഫൈ ദ എക്സാമിനേഷൻ. അപ്പോൾ ടോട്ടൽ പ്രോബിലിറ്റി 1ൽ നിന്നും പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി കുറയ്ക്കുക. പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എത്രയാ? പ്രോബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ഇ മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. അത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ ഇതാ ഇങ്ങനെ കിട്ടും. ദാറ്റ് ഈസ് 1 മൈനസ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്താ? ഇതാ 0.03 0.02 അപ്പോൾ എത്ര? 0.5 പ്ലസ് 0.08 അപ്പോൾ എത്രയായിട്ട് 3 + 2 + 8 ദാറ്റ് ഈസ് 13.13. അത് കുറയ്ക്കുക. അപ്പോൾ എന്തിനാ 1 എന്ന് പറഞ്ഞാൽ 0.87. അതാണ് പ്രോബിലിറ്റി ഓഫ് ബോത്ത് എ ആൻഡ് ബി വിൽ നോട്ട് ക്വാളിഫൈ ദ എക്സാമിനേഷൻ 0.87 ആണ്. ദെൻ നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം വിൽ നോട്ട് ക്വാളിഫൈ. ഒരാൾ എങ്കിലും ജയിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ പ്രോബബിലിറ്റി നിന്നും ബോത്ത് ക്വാളിഫൈ കുറയ്ക്കുക. അപ്പോൾ ടോട്ടൽ പ്രോബബിലിറ്റി എന്ത് ചെയ്യണം? ഈ മഞ്ഞ ഷെയ്ഡ് ചെയ്ത ഭാഗം കുറച്ചാൽ മതി ടോട്ടൽ പ്രോബിലിറ്റിന്ന്. അതാണ്. അപ്പോൾ 1 മൈനസ് ഈ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന് എത്ര? 0.02 അപ്പോൾ 0.98. അതാണ് പ്രോബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം വിൽ നോട്ട് ക്വാളിഫൈ ഈക്വൽ ടു 0.98. ഇനി അടുത്തത് പ്രോബിലിറ്റി ഓഫ് വൺ ഓഫ് ദം വിൽ ക്വാളിഫൈ. ഒരാൾ മാത്രമേ ജയിക്കാൻ പാടുള്ളൂ. ദാറ്റ് മീൻസ് പ്രോബിലിറ്റി ഓഫ് എ ക്വാളിഫൈ വിൽ നോട്ട് ക്വാളിഫൈ. അതിതാണ്. ഓർ പ്രോബിലിറ്റി ഓഫ് ബി ക്വാളിഫൈ എ വിൽ നോട്ട് ക്വാളിഫൈ. അതിതാണ്. ഇത് രണ്ടും കൂടെ കൂട്ടുകയാണ്. അപ്പോൾ എന്ത് ചെയ്തും? ആദ്യത്തേതിൽ നമുക്ക് എന്ത് കിട്ടും? ഇത് കിട്ടും. ഇത് എന്താ? ടോട്ടൽ 0.5ൽ നിന്ന് ഈ 0.202 കുറയ്ക്കുക. അത് കഴിഞ്ഞ് ഇത് 1ൽ നിന്ന് 0.02 അപ്പോൾ 0.11. അതാണ്. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. പ്രോബിലിറ്റി ഓഫ് ഓൺലി വൺ ഓഫ് ദം വിൽ ക്വാളിഫൈ ഈക്വൽ ടു 0.11. പ്രോബിലിറ്റി ഓഫ് at least one of them will not qualify is equal to 0.98. Then the probability of both A and B will not qualify the examination is equal to 0.98. Okay. Example 6. A committee of 2 persons is selected from 2 men and 2 women. What is the probability that the committee will have 1. A. No man. B. 1 man. C. 2 men. അപ്പോൾ ഒരു കമ്മിറ്റി ഫോം ചെയ്യുന്നുണ്ട്. അതിന് 2 മെന്നും 2 വിമനുമാണ് ഉള്ളത്. അതിൽ സെലക്ട് ചെയ്യുമ്പോൾ എത്ര തരത്തിൽ സെലക്ട് ചെയ്യാം? 4C2 ആണ്. 4 × 3 / 1 × 2 4C2 ഡിഫറെൻറ്റ് ടൈപ്സ് സെലക്ട് ചെയ്യാം.
അത് രണ്ടും അതിൽ നോ മാൻ എന്ന് പറഞ്ഞാൽ രണ്ട് വിമനാകണം. അപ്പം രണ്ട് വിമനാണ്. രണ്ട് വിമനിൽ നിന്ന് രണ്ട് വിമനെ സെലക്ട് ചെയ്യണം. എത്ര തരത്തിൽ 2C2. അപ്പം നോ മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ വിമനാണ്. 2C2 ഡിവൈഡ് ബൈ 4C2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/6. ദെൻ വൺ മാൻ എന്ന് പറഞ്ഞാൽ 2 മേനിൽ നിന്ന് ഒരു വിമൻ വരണം. അപ്പം 2C1 ഇൻറ്റു 2 വിമനിൽ നിന്ന് ഒരു വിമൻ വരണം. 2C1 ഇൻറ്റു 2C1 ഡിവൈഡ് ബൈ 4C2. ഇതാടാ ഈ 1 കൂടെ കൂട്ടി 2 കിട്ടണം. അപ്പോൾ രണ്ട് മെന്നിൽ നിന്നൊരു മെന്നും രണ്ട് വിമനിൽ നിന്നൊരു ഒരു വിമനും ദാറ്റ് ഈസ് 2/3. ദെൻ പ്രോബിലിറ്റി ഓഫ് 2 man എന്ന് പറഞ്ഞാൽ 2 മെന്നിൽ നിന്ന് 2 men വരണം. ദാറ്റ് ഈസ് അത് തന്നെ 2 women വരുന്നത് തന്നെയാണ് 2 men വരുന്നത്. ഓക്കെ. ദെൻ എക്സാമ്പിൾ നമ്പർ 7. In a relay race there are 5 teams A, B, C, D and E. What is the probability that A, B and C finish first, second, third respectively? അതാണ് ഔട്ട് എങ്ങനെയാണെന്നുള്ളത്. എ ഫസ്റ്റും ബി സെക്കൻഡും സി തേർഡുമായിട്ട് ഫിനിഷ് ചെയ്യണം. അതാണ് എ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. ഔട്ട് ഓഫ് 5 team 3 permutations. ഓർഡർ ഈസ് ഇമ്പോർട്ടൻറ്റ്. പെർമ്യൂട്ടേഷൻ ആണ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആർ ടേക്കൺ ഇൻ 5P3. 5 ടീമിൽ നിന്നും 3 ടീമിന് എത്ര തരത്തിൽ അറേഞ്ച് ചെയ്യാം? 5P3 എന്ന് പറഞ്ഞാൽ എത്രയാ? 5 × 4 × 3 60 വേസിൽ പെർമ്യൂട്ട് ചെയ്യാം. 60 വേസിൽ പെർമ്യൂട്ട് ചെയ്യുമ്പോൾ എ ഫസ്റ്റും ബി സെക്കൻഡും സി തേർഡുമായിട്ട് എത്ര തരത്തിൽ വരാം? ഒരു തരത്തിൽ വരാം. അപ്പോൾ എ ഫസ്റ്റും ബി സെക്കൻഡും സി തേർഡുമായിട്ട് എത്ര തരത്തിൽ വരാം? 1/60. പ്രോബിലിറ്റി 1/60 ആണ്. പ്രോബിലിറ്റി ഓഫ് എ, ബി ആൻഡ് സി ഫിനിഷ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് റെസ്പെക്റ്റീവ്ലി 1/60 ആണ്. ഇനി ചോദിക്കുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് എ, ബി, സി ആർ ഫസ്റ്റ് 3 ടു ഫിനിഷ്? എയും ബിയും സിയും ആദ്യത്തെ 3 സ്ഥാനങ്ങളിൽ ഫിനിഷ് ചെയ്യാൻ. എന്നാൽ എ ഫസ്റ്റും ബി സെക്കൻഡും സി തേർഡും ആകണമെന്നില്ല. എ സെക്കൻഡും ബി ഫസ്റ്റും സി തേർഡും ആകാം. അങ്ങനെ എത്ര തരത്തിൽ? 3 തരത്തിൽ. ഈ 5 ടീമിൽ നിന്ന് 3 ടീമിനെ എത്ര തരത്തിൽ സെലക്ട് ചെയ്യാം? 5C3. അവിടെ പെർമ്യൂട്ടേഷൻ ആണ്. 5C3 എന്ന് പറഞ്ഞാൽ എത്രയാ? 5 × 4 × 3 ഡിവൈഡ് ബൈ 1 × 2 × 3 10 വേസിൽ 5 ടീമിൽ നിന്നും 3 ടീമിനെ 5C3 വേസിൽ സെലക്ട് ചെയ്യാം 10 തരത്തിൽ. അതിൽ എ, ബി, സി ഫസ്റ്റ് 3 അതിൽ എ, ബി, സി വരുന്ന എത്രയിലാണ് ഉണ്ടാവുക? ഒന്നിലുണ്ടാവുക, ഒരെണ്ണത്തിലാണ് ഉണ്ടാവുക, 10ൽ 1. അപ്പം എ, ബി ആൻഡ് സി ഫസ്റ്റ് 3 ടു ഫിനിഷ് ഇൻ എനി ഓർഡർ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/10. ഓക്കെ. എക്സാമ്പിൾ നമ്പർ 8. എ ഫാമിലി ഹാസ് 2 children. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ബോത്ത് ദ ചിൽഡ്രൻ ആർ ബോയ്സ് ഗിവൺ ദാറ്റ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം ഈസ് ബോയ്? അതാണ്. ഒരു ഫാമിലിയിൽ 2 ചിൽഡ്രൻ ഉണ്ട്. 2 ചിൽഡ്രൻ ഉണ്ടാകുമ്പോൾ ഒന്നുകിൽ 2 ബോയ് ആകാം, അല്ലെങ്കിൽ ഫസ്റ്റ് ബോയ് ദെൻ ഗേള്, അല്ലെങ്കിൽ ഫസ്റ്റ് ഗേള് ദെൻ ബോയ്, അല്ലെങ്കിൽ 2 ഗേൾ ആകാം. അതിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ബോത്ത് ദ ചിൽഡ്രൻ ആർ ഗിവൺ ദാറ്റ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം ഈസ് ബോയ്. അതിൽ ഒരെണ്ണം ബോയ് ആന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 2 ഗേൾ ഉള്ളത് ഒഴിവാക്കി. അങ്ങനെയാണെങ്കിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? പ്രോബിലിറ്റി ഓഫ് 2 boys അറ്റ്ലീസ്റ്റ് 1 ഈസ് ബോയ്. അപ്പോൾ എത്രയാ? ടോട്ടൽ 3. അതിൽ ഒരെണ്ണമെങ്കിലും ബോയ് ആയിട്ടുള്ളത് അറ്റ്ലീസ്റ്റ് 2 ബോയ് എത്രയാ? ഒരെണ്ണം 1. അറ്റ്ലീസ്റ്റ് 1 ബോയ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ 3 ആണ്. അതിൽ 2 ബോയ് ആയിട്ടുള്ളത് എത്രയുണ്ട്? 1. അതാണ് കണ്ടീഷണൽ പ്രോബിലിറ്റിയാണ് ഇവിടെ. ഇത് തന്നിട്ടില്ല. അറ്റ്ലീസ്റ്റ് 1 ബോയും തന്നിട്ടില്ലെങ്കിൽ 2 ബോയ് ആകാനുള്ള സാധ്യത 1/4 ആണ്. അറ്റ്ലീസ്റ്റ് 1 ബോയ് തന്നിട്ടുണ്ട്, അതിൽ ഒരെണ്ണം ബോയ് ആൻ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 1/3 ആയിരിക്കണം. അത് ഓർമ്മ വേണം. ദെൻ അതാണ്. നെക്സ്റ്റ് എക്സാമ്പിൾ 9. 10 cards numbered 1 to 10 are placed in a box. 1 card is drawn randomly if it is known that the number on the card is more than 3. What is the probability that it is an even number? അപ്പോൾ 10 നമ്പർ ഒരു ബോക്സിലിട്ട് 1, 2, 3 10 വരെ എഴുതിയിട്ട് 10 വരെ എഴുതിയിട്ട് അതൊരു ബോക്സിലിട്ട് അതിൻ്റെ നിന്നും ഒരു കാർഡ് എടുത്തപ്പോൾ എന്താ മനസ്സിലായേ? 3ൽ കൂടുതലാണെന്ന് മനസ്സിലായി. അപ്പോൾ 4 മുതലേ ഉള്ളൂ. 3ൽ കൂടുതലാണെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ എന്താ ചോദിച്ചേ? വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് എൻ ഈവൺ നമ്പർ? അങ്ങനെയാണെങ്കിൽ 4 മുതൽ ബി ഇതാണ്. ബിയിൽ എത്ര എ ഉണ്ട്? പ്രോബിലിറ്റി ഓഫ് ബിയിൽ എത്ര എ ഉണ്ട്? എന്ന് പറഞ്ഞാൽ എന്താ? ഈവൺ നമ്പർ എത്രയാണ്? 4 എണ്ണം. 4, 6, 8, 10. 3ൽ മുകളിലുള്ള ഈവൺ നമ്പർ 4 എണ്ണം ഉള്ളത്.
ബിയോ ബി 7, പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി 3 മുകളിലാണെന്ന് മനസ്സിലായപ്പോൾ 7 ഉണ്ട്. അതിൽ ഈവൺ ആയിട്ടുള്ള 3 4 6 8 10. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി, ബി എന്ന് പറഞ്ഞാൽ ഈവൺ നമ്പർ, 3 മുകളിലാണെങ്കിൽ ഈവൺ നമ്പർ ആണുള്ള സാധ്യത 4/7. Then example 10. Suppose we have 2 bags. Bag 1 contain 2 red and 5 green marbles. Bag 2 contain 2 red and 6 marbles. A person tosses a coin. If it is head, goes to bag 1 and draws a marble. If it is tail, he goes to bag 2 and draws a marble. In this situation, what is the probability that the marble drawn this is red? അതാണ്, ഒരു കോയിൻ ടോസ് ചെയ്തു. ഒരു കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഹെഡ് ആണെങ്കിൽ, ഹെഡ് കിട്ടാനുള്ള സാധ്യത 1/2 ആണ്. ഹെഡ് ആണെങ്കിൽ ബാഗ് 1 എടുക്കും, അതിൻ്റെ അകത്തു നിന്ന് ഒരു മാർബിൾ എടുക്കും. ആ മാർബിൾ റെഡ് ആകാനുള്ള സാധ്യത 2/7 ആണ്. കാരണം ബാഗ് 1-ൽ 2 റെഡ് ആണുള്ളത്. ഓൾ ടുഗദർ 7 മാർബിൾസ്. ഇനി ടെയിൽ ആണെങ്കിൽ ടെയിൽ വരാനുള്ള സാധ്യത 1/2 ആണ്. അങ്ങനെയാണെങ്കിൽ ബാഗ് 2 എടുക്കും. ബാഗ് 2 എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നിന്ന് ഒരു റെഡ് ബോൾ എടുക്കാനുള്ള സാധ്യത 2/8 ആണ്. ഇതാണ് ആകെ ബാഗ് 2-ൽ 8 ബോൾസ് ആണുള്ളത്, 2 റെഡും 6 ഗ്രീനും. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്നൊരു റെഡ് എടുക്കാനുള്ള സാധ്യത 2/8 ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു കോയിൻ ടോസ് ചെയ്ത് ഒരു ബാഗ് എടുക്കുമ്പോൾ അത് റെഡ് ആകാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഫസ്റ്റ് ബാഗ് ആകുക 1/2, അതിൽ നിന്നൊരു റെഡ് വരിക 2/7, പ്ലസ് സെക്കൻഡ് ബാഗ് ആകുക അത് 1/2, അതിൽ നിന്നൊരു റെഡ് വരിക 2/8. ദാറ്റ് ഈസ് 15/56 ആണ്. ഒരു കോയിൻ ടോസ് ചെയ്തു, അതനുസരിച്ചൊരു ബാഗ് എടുത്തു, ആ ബാഗിൽ നിന്ന് റെഡ് ആകാനുള്ള സാധ്യത. ദെൻ അടുത്തത് ചോദിച്ചിരിക്കുന്ന ചോദ്യം, ഗിവൺ ദാറ്റ് ദ മാർബിൾ ഡ്രോൺ ഈസ് റെഡ് മാർബിൾ ആണ് എടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് കെയിം ഫ്രം ബാഗ് 1, ഒന്നാമത്തെ ബാഗിൽ നിന്ന് വരാനുള്ള സാധ്യത. അതാണ് ചോദിച്ചത്. ദ പ്രോബിലിറ്റി ഓഫ് ബാഗ് 1, ഇറ്റ് ഈസ് എ റെഡ് ബോൾ ആണ്. പ്രോബിലിറ്റി ഓഫ് ബാഗ് 1 ഇറ്റ് ഈസ് റെഡ്. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി ആണ്. ദാറ്റ് ഈസ് പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് ബി. പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് 1 ഇൻറ്റു ബാഗ് 1 അല്ല, പ്രോബിലിറ്റി ഓഫ് ബാഗ് 1 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് റെഡ്. പ്രോബിലിറ്റി ഓഫ് ബാഗ് 1 എത്രയാ? 1/2. ഇത് ബാഗ് 1 എടുക്കുന്നതും റെഡ് മാർബിൾ എടുക്കുന്നതും ഇൻഡിപെൻഡന്റ് ആണ്. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എ. പ്രോബിലിറ്റി ഓഫ് എ എന്ന് പറഞ്ഞാൽ ബാഗ് 1 എടുക്കാനുള്ള പ്രോബിലിറ്റി ആണ്. ദാറ്റ് ഈസ് 1/2 ഇൻറ്റു ബാഗ് 1 എടുത്താൽ അതിൽ നിന്ന് റെഡ് എടുക്കാനുള്ള സാധ്യത എത്രയാ? 2/7 ഡിവൈഡ് ബൈ പ്രോബിലിറ്റി ഓഫ് റെഡ്. പ്രോബിലിറ്റി ഓഫ് റെഡ് എത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്? 15/56. ഇതാ ഇത് തന്നിട്ടുണ്ട് 15/56. അങ്ങനെയാണെങ്കിൽ ആൻസർ എന്തായിരിക്കും? ഇത് രണ്ടും കൂടെ പോയി ദാറ്റ് ഈസ് ഈക്വൽ ടു 1/7 ഡിവൈഡഡ് ബൈ 15/56. അതായിരിക്കും ആൻസർ. ഇതിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് നമ്മളിവിടെ ചെയ്യുമ്പോൾ ഇത് ബാഗ് 1 എടുത്തു, ബാഗ് 1 എടുക്കാനുള്ള സാധ്യത അത് റെഡ് മാർബിൾ ആണെങ്കിൽ, റെഡ് ആണെങ്കിൽ ബാഗ് 1 എടുക്കാനുള്ള സാധ്യത. ആദ്യം നമ്മൾ വെച്ച പ്രോബിലിറ്റി ഓഫ് റെഡ് അതാണ് താഴെ വരുന്നത്. താഴെ പ്രോബിലിറ്റി ഓഫ് റെഡ് 15/56 അത് താഴെ വന്നു. അത് താഴെ വന്നു കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ അതാണുള്ളത്. അങ്ങനെയാണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് 1 ഇന്റർസെക്ഷൻ റെഡ് ആണ്, ബാഗ് 1 ഇന്റർസെക്ഷൻ റെഡ് ആണ്. ഇതാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ ചെയ്തു. പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്നുള്ള ഫോമിൽ ചെയ്തു. ഇത് നമ്മൾ ഇവിടെ ചെയ്യുന്നത് ബേസ് തിയറം ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ബേസ് തിയറമാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ ഈ ബാഗ് 1 ബാഗ് 2 ബാഗ് 3 എന്നുള്ളത് B1 B2 BN ആണ്. ബാഗ് 1 ബാഗ് 2 ബാഗ് 3 എന്നൊക്കെ പറഞ്ഞത് N ബാഗ് ഉണ്ടെങ്കിൽ BN. എ എന്ന് പറയുന്ന ബോൾ എടുത്ത മാർബിൾ റെഡ് ആയി എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ റെഡ് മാർബിൾ എങ്കിൽ ബാഗ് 1 ആകാനുള്ള സാധ്യത BI എന്ന് പറഞ്ഞാൽ ith ബാഗാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ബാഗ് ഐ. ഇതുണ്ട് ഇവിടെ ബാഗ് 1 ആണ്. ബാഗ് ഐ ഇൻറ്റു ബാഗ് ഐ ആയാൽ റെഡ് മാർബിൾ ആകാനുള്ള സാധ്യത അതാണ് ന്യൂമറേറ്ററിൽ. ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് റെഡ്. പ്രോബിലിറ്റി ഓഫ് റെഡ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രോബിലിറ്റി ഓഫ് B1. ആദ്യം പ്രോബിലിറ്റി ഐക്ക് 1 കൊടുക്കുക. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് B1 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ B1 പ്ലസ്
പ്രോബിലിറ്റി ഓഫ് B2 ഇത് ഐക്ക് 2 കൊടുക്കുക. പ്രോബിലിറ്റി ഓഫ് B2 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് A ഗിവൺ B2 പ്ലസ് അങ്ങനെ താഴെ വരും. അപ്പോൾ ഇത് ബേസ് തിയറം അനുസരിച്ച് ഇങ്ങനെയാണ് വരിക. പ്രോബിലിറ്റി ഓഫ് B1 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് A ഗിവൺ B1 ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് B1 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് A ഗിവൺ B1 പ്ലസ് പ്രോബിലിറ്റി ഓഫ് B2 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് A ഗിവൺ B2. ഇനി 3 ബാഗ് ഉണ്ടെങ്കിൽ പ്ലസ് പ്രോബിലിറ്റി ഓഫ് B3 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് A ഗിവൺ B3. അപ്പൊ താഴെ വരുന്നത് ഇതുണ്ട്, സിഗ്മ നൊട്ടേഷൻ ഉണ്ടാവും താഴെ. മുകളിൽ ഏതാണോ വരുന്നത് അതാണ് വേണ്ടതാണ്. അപ്പൊ നമ്മൾ മുകളിൽ ഇതിൽ ഈ ബേസ് തിയറം അപ്ലൈ ചെയ്യുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ബാഗ് 1, ബാഗ് 2, ബാഗ് 3 ഒക്കെയാണ് എടുക്കുന്നത്. അപ്പൊ ഏതാണ് ബാഗ് 1, ബാഗ് B1, B2, B3 BNൽ നിന്നാണ് A സംഭവിക്കുക. അങ്ങനെയാണ് A സംഭവിച്ചു കഴിഞ്ഞാൽ ഏത് ബാഗിൽ നിന്ന് വന്നു അവസാനത്തെ റിസൾട്ട് അറിയാം. അവസാനത്തെ റിസൾട്ട് റെഡ് വന്നു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഏത് ബാഗിൽ നിന്ന് വന്നു എന്നുള്ള അവിടെയാണ് ബേസ് തിയറം അപ്ലൈ ചെയ്യുക. ഒരു എക്സ്പെരിമെന്റ് അവസാനത്തെ റിസൾട്ട് അറിയാം. അപ്പോൾ ഒരു ക്ലാസ്സിൽ ഗേൾസും ബോയ്സും ഉണ്ട്. ഒരു കുട്ടീനെ എടുത്തു, കുട്ടി എടുത്തപ്പോൾ ജയിച്ചെന്ന് മനസ്സിലായി. അങ്ങനെയാണത് പെൺകുട്ടിയാകാനുള്ള സാധ്യത. അവിടെ ബേസ് തിയറമാണ്. അല്ലെങ്കിൽ ഒരു 6 ബ്രാഞ്ച് ഉണ്ട്. 6 ബ്രാഞ്ചുള്ള ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഒരു കുട്ടിയെ എടുത്തു. ഒരു കുട്ടിയെ എടുത്തപ്പോൾ ആ കുട്ടി ജയിച്ചെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ അത് കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച കുട്ടിയാകാനുള്ള സാധ്യത. അപ്പോൾ ഇവിടെ 6 ബ്രാഞ്ച് ഉണ്ടെങ്കിൽ B1, B2, B3, B6 എന്ന് പറഞ്ഞ 6 ബ്രാഞ്ചാണ്. അവിടെ ജയിക്കുക എന്നുള്ളതാണ് ഇവന്റ് A. അപ്പം നിങ്ങൾക്കറിയാം. അപ്പം കുട്ടി ജയിച്ചു എന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ അത് CS നിന്ന് വരാനുള്ള സാധ്യത ഇതാണ് ഇതാണ് CS എന്ന് വരാനുള്ള. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അത് നമ്മൾ ബേസ് തിയറം അപ്ലൈ ചെയ്യും. നമുക്ക് കുറച്ച് പ്രോബ്ലം ചെയ്ത് നോക്കാം. Then example 11. Colored balls are distributed in 3 boxes are shown in the following table. Box 1 black 3, white 4, red 5, blue 6. What are 18 balls? Second 2 8 balls. Then colored balls. Then ball 3 7. ഇതാണ്. A box is selected at random and then a ball is randomly drawn from the selected box. The color of the ball is black. What is the probability that 1. The ball drawn is from box 3. ഒരു ബാഗ് റാൻഡമായിട്ട് എടുത്തു. റാൻഡമായിട്ട് എടുക്കുന്ന ബോൾ ബാഗ് 1 ആകാനുള്ള സാധ്യത 1/3, ബാഗ് 2 ആകാനുള്ള സാധ്യത 1/3, ബാഗ് 3 ആകാനുള്ള സാധ്യത 1/3. ബാഗ് റാൻഡമായിട്ട് എടുത്തു. അതിൽ നിന്ന് ഒരു ബോൾ എടുത്തപ്പോൾ അത് ബ്ലാക്ക് ആണെന്ന് മനസ്സിലായി. അവസാനത്തെ റിസൾട്ട് ബ്ലാക്ക് ആണെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ബോക്സ് 3യിൽ നിന്ന് വരാനുള്ള സാധ്യത ആദ്യത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ബാഗ് ബോക്സ് 1ൽ നിന്നും ആകാനുള്ള സാധ്യത. ഇതാണ് നമ്മളിപ്പോൾ ബേസ് തിയറാണ് അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ വളരെ സിമ്പിളായിട്ട് ബേസ് തിയർ അപ്ലൈ ചെയ്യും നമ്മൾ. ബേസ് തിയറത്തിൽ B1 എന്ന് പറഞ്ഞാൽ ബോക്സ് 1 ആണ്, B2 എന്ന് പറഞ്ഞാൽ ബോക്സ് 2 ആണ്, B3 എന്ന് പറഞ്ഞാൽ ബോക്സ് 3 ആണ്. അതിനുള്ള പ്രോബിലിറ്റി 1/3 ഈച്ച് ആണ്. ഇനി പ്രോബിലിറ്റി ഓഫ് B3 ഗിവൺ A അതാണ്. അങ്ങനെയാണെങ്കിൽ എന്താ താഴെ പ്രോബിലിറ്റി ഓഫ് B1 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് A ഗിവൺ B1 പ്ലസ് പ്രോബിലിറ്റി ഓഫ് B2 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് A ഗിവൺ B2 പ്ലസ് പ്രോബിലിറ്റി ഓഫ് B3 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് A ഗിവൺ B3. അതാണ് ഡിനോമിനേറ്ററിൽ വരുന്നത്. എല്ലാം അങ്ങനെ തന്നെയായിരിക്കും. ന്യൂമറേറ്ററിൽ തേർഡ് ബോക്സിൽ നിന്നാണ് വരേണ്ടത്. അപ്പോൾ ആ തേർഡ് ബോക്സിന് മാത്രം ന്യൂമറേറ്ററിൽ റിപ്പീറ്റ് ചെയ്യും. അത് പ്രോബിലിറ്റി ഓഫ് B3 എത്രയാ 1/3. B3 ആണെങ്കിൽ അതിൻ്റെ അകത്ത് നിന്നൊരു ബ്ലാക്ക് ബോൾ വരാനുള്ളത്. B3ക്ക് അകത്ത് എത്ര ബ്ലാക്ക് ബോൾ ഉണ്ട്? 7 ബോൾസ്. 7 ബോൾസ് ആണുള്ളത്. അത് ബ്ലാക്ക് ബോൾസ് എത്രയുണ്ട്? ബ്ലാക്ക് ബോൾ 1 ആണ്. അപ്പം 1/3 ഇൻറ്റു 1/7 ഡിവൈഡഡ് ബൈ B1 ആകാനുള്ള സാധ്യത 1/3. അതിൽ നിന്നൊരു ബ്ലാക്ക് വരാനുള്ള സാധ്യത എത്രയാ? 3 ബ്ലാക്ക് ആണുള്ളത്. അതിൽ 18 ടോട്ടൽ 18 ബോൾ ഉള്ളതിൽ 3 ബ്ലാക്ക് ആണുള്ളത്. അപ്പോൾ 3/18. ദെൻ രണ്ടാമത്തെ ബാഗ് 2 ആകാനുള്ള സാധ്യത എത്രയാ? ബാഗ് 2 ആകാനുള്ള സാധ്യത 1/3. അതിൽ ടോട്ടൽ എത്ര ബോളാണുള്ളത്? 8 ബോൾസ് ആണുള്ളത്. അത് ബ്ലാക്ക് ബോൾസ് എത്രയുണ്ട്? 2. അപ്പോൾ 2/8. ദെൻ ബാഗ് 3യിൽ നമ്മളിപ്പോൾ കിട്ടി 1/3 ഇൻറ്റു 1/7 ദാറ്റ് ഈസ് 0.255. ഇതാണ് 0.255. ഇനി ബാഗ് 1 ആകാനുള്ള സാധ്യതയോ? ഈ 3യുടെ സ്ഥാനത്ത് ബാഗ് 1
B3യുടെ സ്ഥാനത്ത് B1 എഴുതുക. അപ്പൊ ഡിനോമിനേറ്റർ അതുപോലെ തന്നെ നിൽക്കും, മാറ്റമൊന്നുമില്ല. സിഗ്മ നൊട്ടേഷൻ, സിഗ്മ പ്രോബബിലിറ്റി ഓഫ് BI ഇൻറ്റു A ഗിവൺ BI ആണ് താഴെ വരുന്നത്. മുകളിലോ ഫസ്റ്റ് ബാഗ് ആണ്. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് ബാഗ് 1ന്റെ പ്രോബബിലിറ്റി എത്രയാ? 1/3 ആണ് ബാഗ് 1ന്റെ പ്രോബബിലിറ്റി. അതിൻ്റെ അകത്ത് എത്ര ബ്ലാക്ക് ബോൾസ് ഉണ്ട്? ടോട്ടൽ 18 ബോൾസ് ആണുള്ളത്. അതിൽ 3 ബ്ലാക്ക് ബോൾസ് ഉണ്ട്. അപ്പൊ ന്യൂമറേറ്റർ അത്. അപ്പൊ നമ്മൾ പ്രോബബിലിറ്റി ഓഫ് B1 ഗിവൺ A ഈസ് ഈക്വൽ ടു 0.298. ഇനി B2 ആണെങ്കിൽ ഈ B1ന്റെ സ്ഥാനത്ത് B2 എഴുതുക. ഈ 1 മാറും 2 ആവും. ആദ്യം 3 ആയി, ഇനി ഇതിപ്പോ 1 ആണ്, 2 ആണെങ്കിൽ 2 എഴുതുക, അത്രയേ ഉള്ളൂ. ഓക്കെ. ദെൻ നെക്സ്റ്റ് എക്സാമ്പിൾ 12. In a factory which manufactures bolt, machine A, B and C manufacture respectively 25%. B1 എന്ന് പറയുന്നത് 25% ആണ്. That is 0.25. B1 എന്ന് പറയുന്നത് 0.2. ബോൾട്ട് B1 എന്ന് പറയുന്നത് മാനുഫാക്ചേർഡ് ബൈ A എന്ന് പറയുന്ന മനുഷ്യൻ. ഇനി 35% B2 ആണ്. B എന്ന് പറയുന്ന മനുഷ്യൻ ഇതാണ്. ABC മാനുഫാക്ചർ റെസ്പെക്ട് 25 ഓഫ് ദ ബോൾട്ടിൽ B എന്ന ബോൾട്ട് 35% മാനുഫാക്ചർ ഉണ്ട്, 0.35. ഇനി C എന്ന് പറയുന്ന മെഷീനോ 40% B3, അപ്പൊ 0.40 ആണ്. ഇത് മൂന്നും കൂടെ കൂട്ടുമ്പോൾ 1 കിട്ടും. ഇതാ പറഞ്ഞത് എ ഫാക്ടറി വിച്ച് മാനുഫാക്ചേഴ്സ് ബോൾട്ട്സ് മിഷൻ ABC. എ എന്ന് പറയുന്ന മിഷൻ 25%, B എന്ന് പറയുന്ന മിഷൻ 35%, C എന്ന് പറയുന്ന മിഷൻ 40% മാനുഫാക്ചർ ചെയ്യുന്നു ഒരു കമ്പനിയിൽ. അതിൽ ഓഫ് ദെയർ ഔട്ട്പുട്ട് 542% ആർ റെസ്പെക്റ്റീവ്ലി ഡിഫക്റ്റ്. അപ്പൊ ഇതാ എ മെഷീൻ ഉണ്ടാക്കുന്നതിൽ 5% ഡിഫക്റ്റ് ആയിരിക്കും. 5% ആണ് കേട്ടോ, ഇത് ഡിഫക്റ്റ് ആണ്. 5% ആണ്, ഡിഫക്റ്റ് ആണ്. 5% ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ 0.05 ഡിഫക്റ്റ് ഉണ്ടാവും. രണ്ടാമത്തെ ബി മെഷീൻ ഉണ്ടാക്കുന്നതിൽ 0.04 ഡിഫക്റ്റ് ഉണ്ടാവും. സി മെഷീൻ ഉണ്ടാക്കുന്നതിൽ 0.02 ഡിഫക്റ്റ് ഉണ്ടാവും. അതാണ് ചോദ്യം. ഇതാണ് എ ബോൾട്ട് ഈസ് ഡ്രോൺ അറ്റ് റാൻഡം ഫ്രം ദ പ്രോഡക്റ്റ് ആൻഡ് ഈസ് ഫൗണ്ട് ടു ബി ഡിഫക്റ്റീവ് ആണെന്ന് മനസ്സിലായി. എ എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഡിഫക്റ്റീവ് ആണെന്ന് മനസ്സിലായി. അതാണ് ഡി. ഇതിവിടെ നമ്മൾ ഡി എന്ന് എടുത്തോ, ഡിഫക്റ്റീവ് ആണെന്ന് മനസ്സിലായി. ഇത് ഡി എന്ന് എടുത്തോ, അത് എളുപ്പത്തിന് വേണ്ടി ഡി. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഡി ആക്കാം. അതാണ് ഡി. എക്ക് എന്ന് പറയാൻ ഡി എഴുതാം. ഡി. അപ്പോൾ നമുക്കൊരു എ ബോൾട്ട് ഈസ് ഡ്രോൺ അറ്റ് റാൻഡം ഫ്രം ദ പ്രോഡക്റ്റ് ആൻഡ് ഇറ്റ് ഈസ് ഫൗണ്ട് ടു ബി ഡിഫക്റ്റീവ് ആണെന്ന് മനസ്സിലായി. ഡി ആണെന്ന് മനസ്സിലായി. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഇറ്റ് ഈസ് മാനുഫാക്ചർഡ് ബൈ മിഷൻ ബി എന്ന മിഷൻ മാനുഫാക്ചർ ചെയ്യാനുള്ള സാധ്യത. അതാണ്. അപ്പൊ എന്താ താഴെ എഴുതുന്നത് നമ്മളിപ്പോ പ്രോബബിലിറ്റി ഓഫ് B1 മിഷൻ 1 ആകാനുള്ള സാധ്യത, മിഷൻ 1 ആണെങ്കിൽ ഡിഫക്റ്റീവ് ആകാനുള്ള സാധ്യത, പ്ലസ് മിഷൻ 2 ആകാനുള്ള സാധ്യത, മിഷൻ 2 ആണെങ്കിൽ ഡിഫക്റ്റീവ് ആകാനുള്ള സാധ്യത, പ്ലസ് മിഷൻ 3 ആകാനുള്ള സാധ്യത, മിഷൻ 3 ആണെങ്കിൽ ഡിഫക്റ്റീവ് ആകാനുള്ള സാധ്യതയാണ് ഡിനോമിനേറ്ററിൽ എഴുതുക. ഡിനോമിനേറ്ററിൽ മിഷൻ എ ആകാനുള്ള സാധ്യത 0.25, അങ്ങനെയാണെങ്കിൽ ഡിഫക്റ്റീവ് ആകാനുള്ള സാധ്യത 0.05. ഇനി മിഷൻ ബി ആകാനുള്ള സാധ്യത 0.35 ആണ്, 35. അത് ഡിഫക്റ്റീവ് ആകാനുള്ള സാധ്യത 0.04. ഇനി സി മിഷൻ ആകാനുള്ള സാധ്യത 0.40. അങ്ങനെയാണ് ഡിഫക്റ്റീവ് ആകാനുള്ള സാധ്യത 0.02. ഇതാണ് ഡിനോമിനേറ്റർ. മുകളിലോ B2, അത് മിഷൻ ബി ആകാനുള്ള സാധ്യത. അപ്പം ഈ രണ്ടാമത്തത് മുകളിലും വരും. ഇതുണ്ടാ, രണ്ടാമത്തത് മുകളിൽ വരും. B2 പ്രോബിലിറ്റി ഓഫ് B2 ആകാനുള്ള സാധ്യത 0.35. B2 ആണെങ്കിൽ അത് ഡിഫക്റ്റീവ് ആകാനുള്ള സാധ്യത 0.04. ഇതാണ്. താഴെയെല്ലാം നമ്മൾ അതുപോലെ തന്നെ എഴുതി. മുകളിൽ ഏതാണോ വേണ്ടത്, ഈ മൂന്നെണ്ണത്തിൽ ഏതാണോ ഒരെണ്ണം. മിഷൻ എ ആണെങ്കിൽ ഫസ്റ്റിലത്തെ ന്യൂമറേറ്ററിൽ വരും, മിഷൻ ബി ആണെങ്കിൽ സെക്കൻഡിലെ ന്യൂമറേറ്ററിൽ വരും, മിഷൻ സി ആണെങ്കിൽ തേർഡിലെ ന്യൂമറേറ്ററിൽ വരും. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഇത് ആൻസർ കിട്ടും. ഓക്കെ. ഇനി നമ്മൾ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ആണ് ചെയ്യുന്നത്, റാൻഡം വേരിയബിൾ ആണ് ചെയ്യുന്നത്. ഈ റാൻഡം വേരിയബിൾ ചെയ്യുമ്പോൾ ഇതുവരെ എടുത്ത പ്രോബബിലിറ്റിയും അതുപോലെ നമ്മൾ നേരത്തെ കണ്ട വീഡിയോയിലെ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ നല്ല തറവായിരിക്കണം. സാധാരണ കുട്ടികൾക്ക് പറ്റുന്നൊരു ബുദ്ധിമുട്ട് പെരിഫറലായിട്ട് പഠിച്ചു പോകും, ഡീപ്പായിട്ട് പഠിക്കില്ല. അതുകൊണ്ട് നമുക്ക് പ്രോബ്ലം പറയുമ്പോൾ നിങ്ങൾക്ക് പ്രോബ്ലം മനസ്സിലാവും, പക്ഷേ സ്വന്തമായി പ്രോബ്ലം ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് പ്രോബബിലിറ്റി നന്നായി പഠിക്കണമെന്ന് താല്പര്യമുള്ള കുട്ടികൾ
പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷനിലും ഇതുവരെ നമ്മൾ ചെയ്ത ഈ രണ്ട് വീഡിയോയിലെയും പ്രോബ്ലംസ് അല്ലെങ്കിൽ വീഡിയോ പല പ്രാവശ്യം കാണണം. 1 or 2 പ്രാവശ്യം കണ്ടാലൊന്നും നിങ്ങൾക്ക് വീഡിയോയിലെ പ്രോബ്ലംസ് ഓർത്തിരിക്കുകയില്ല, അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂല. എക്സാമിനേഷന് വരാൻ സാധ്യതയുള്ള പ്രോബ്ലംസിന്റെ എല്ലാം സിമിലർ ടൈപ്പ് നമ്മളിവിടെ ചെയ്യും. ഇവിടെ ഇതുവരെ 2002 മുതൽ 2020 വരെ ചെയ്ത എഞ്ചിനീയറിംഗ് ഗേറ്റ് എക്സാമിനേഷന്റെ എല്ലാ ബ്രാഞ്ചിന്റെയും റിപ്പീറ്റഡ് ചെയ്ത ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ചെയ്യും. പക്ഷെ പറയുമ്പോൾ നിങ്ങൾക്ക് അതെല്ലാം എളുപ്പമായി തോന്നും. പക്ഷെ സ്വന്തമായി പ്രോബ്ലം ചെയ്യണമെങ്കിൽ പല പ്രാവശ്യം ചെയ്ത് പഠിക്കണം. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം വീഡിയോ പല പ്രാവശ്യം കാണണം, അല്ലാതെ നിങ്ങൾക്ക് പ്രോബ്ലംസ് ഒന്നും ചെയ്യാൻ പറ്റൂല. അപ്പൊ അടുത്ത വീഡിയോയിൽ നമ്മൾ റാൻഡം വേരിയബിളും ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനുമാണ് ഡിസ്കസ് ചെയ്യുക. അത് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ പ്രോബ്ലം എക്സ്പെക്റ്റഡ് വാല്യൂ കഴിഞ്ഞാൽ കൂടുതൽ പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യുക. ഇതുവരെ ചെയ്ത എല്ലാ ഗേറ്റിന് ചെയ്ത എല്ലാ പ്രോബ്ലവും മേജർ ടൈപ്പ് പ്രോബ്ലവും നമ്മൾ ചെയ്ത് പഠിക്കും. ഓക്കെ, താങ്ക് യു.